ഹായ് ഗൈസ്, ഇപ്പോൾ ഇന്ന് അടിപൊളി ഒരു മാച്ച് കിട്ടി. ഡിവിഷൻ 3 ആൾ റാങ്ക് 1 വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് നൈസായിട്ട് തോറ്റിട്ടുണ്ട് ഈ മാച്ച്. 4 ഗോൾ വരെ പ്രതീക്ഷിച്ചു എന്ന് മതിയെന്ന് വിചാരിച്ചു, പക്ഷെ ആൾ തിരിച്ച് 6 ഗോൾ അടിച്ചു. നല്ല അടിപൊളി മാച്ചായിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു. മാനേജർ സാബിയാണ് ഓപ്പോസിറ്റ് ആളുടെ. ജോർദി ആൽബ, നൈമർ ആദ്യം ഷൂട്ട് ചെയ്തു, പിന്നെ മെസ്സി അടിച്ചു. 2 വട്ടം 3 വട്ടം ഷൂട്ട് ചെയ്തു, ബോൾ കയറുന്നില്ല. ഒരു 4 ഗോൾ മതിയെന്ന് പ്രതീക്ഷിച്ചു, പിന്നെ അവൻ 2 ഗോൾ തിരിച്ചടിച്ചു എക്സ്ട്രാ. അതാണ് ഉണ്ടായി പോയത്. അപ്പോൾ ഇത്തിരി മിനിറ്റ് കഴിഞ്ഞെന്ന് വിചാരിച്ച് ജയിച്ചു എന്ന് പ്രതീക്ഷിക്കേണ്ട ആരും. നല്ല കളിയാണ് പിള്ളേരിപ്പോൾ. ബ്രൂണോ, അൻസു, വീണ്ടും മെസ്സി പോയി. റാമോസ് കുട്ടൻ, നൈമർ നല്ല ത്രൂ ഇട്ടു, അൻസു ഇടുന്നു, കിട്ടിയില്ല. ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു 4 വരെ എത്തിക്കാൻ. മെസ്സി അടിപൊളി ഷോട്ട് അടിച്ചു. ഈ കാർഡ് വെച്ച് കുറേ ഗോൾ അടിക്കാൻ പറ്റും, പക്ഷെ ആളെ ശരിക്കും യൂസ് ചെയ്യണം. നമ്മൾ ഓരോ ഷൂട്ട് നിൽക്കുമ്പോൾ ഇത്തിരി ടൈം എടുത്ത് ഷൂട്ട് അടിച്ചാൽ അടിപൊളിയാണ്. നൈമർ വീണ്ടും കൂടാൻ നോക്കി, പറ്റിയില്ല. നൈമർ പോട്ടു, മെസ്സിക്ക് കിട്ടി, ഷൂട്ടടിച്ചു, ഗോൾ. നൈമർ ചില സമയത്ത് ബാഗ് നൈസായിട്ട് ത്രൂ ഇടുന്നുണ്ട്, ചില സമയത്ത് ആളുടെ സ്റ്റാമിന വേഗം തീർന്ന് പോകുന്നുണ്ട്. ഒരു 70 മിനിറ്റ് കഴിഞ്ഞാൽ നൈമറിനെ മാറ്റണം. നൈമർ വീണ്ടും ത്രൂ ഇട്ടു, അത് ഓഫ് ട്രാപ്പിൽ പെടുന്നുണ്ട് കുറേ. ഇത് മനഃപൂർവ്വം പ്ലെയേഴ്സ് ഓഫിലാക്കുന്നത്. ഒരു 40 മിനിറ്റ് വരെ ഞാനായിരുന്നു ലീഡിങ്. നൈമർ ഇതാ ത്രൂ ഇട്ടു, സെയിം ത്രൂ തന്നെ അവനിടണം. ഷൂട്ടായി, ഗോൾ അടിച്ചു.
സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഡാവ് പടച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നു. നല്ലൊരു ത്രില്ലിങ് മാച്ചായിരുന്നു ശരിക്കും. സക്ക കോർണർ എടുക്കുന്നു. ഇതിൽ പണി കിട്ടി. ഈ കോർണറിൽ ഇങ്ങനത്തെ കെറുവുകൾ നമുക്ക് ടാക്കിൾ ചെയ്താലും ചിലത് തടയാൻ പറ്റില്ല. മാക്സിമം കോർണർ കൊടുക്കാണ്ടിരിക്കുക, ഡിഫെൻഡ് ചെയ്യുക. സന്ദേശ് ജിങ്ങൻ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. റാമോസിന് ഫസ്റ്റ് ഹാഫ് വരെ ഇട്ടാൽ മതി. പിന്നെ ഒരു മാക്സിമം ഒരു 70 ടൈമിൽ വരെ ഇടാം. പിന്നെ നമ്മുടെ മാഞ്ചിക്കിനെയോ അല്ലെങ്കിൽ ബെക്കംബറയോ അവരൊക്കെ ഇടാം. അവൻ ലോങ് ഷൂട്ട് കുറേ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കത് തടയാൻ പറ്റിയില്ല. നാല് 3 സെക്കൻഡ് ഹാഫ് അവൻ്റെ ഗെയിമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. പലസ്റ്റീൻ പ്ലെയറാണ്. ലൈമർ ചേട്ടൻ വന്നു തടഞ്ഞില്ല. ഡിഫൻഡേഴ്സ് വേറെ എവിടെയൊക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത് പൊസിഷനിൽ. നിങ്ങൾക്ക് എൻ്റെ ഗെയിം പ്ലാൻസും ഗെയിം മാച്ചും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം. എനിക്ക് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനാണ്. ഒരു ഗെയിമാണ്. കുറേ സ്റ്റഡി ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്കും ഡിവിഷൻ 3യിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ കയറി പോയിക്കോളൂ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം. ഓഫായി അവന്, പക്ഷെ അധികം ഓഫ് കിട്ടുന്നില്ല. ചില സമയങ്ങളിൽ ഓഫ് കിട്ടുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഓഫ് ട്രാപ്പായിരുന്നു. ഇങ്ങനത്തെ ടൈമിൽ ഞാൻ മാക്സിമം ഗോളിക്ക് കൊടുക്കാം. കാരണം ഡിഫൻഡേഴ്സ് ബാക്കിലേക്ക് വരുന്നില്ല. നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും. മാക്സിമം ഒരു 2 വട്ടമൊക്കെ അവന് ഗോൾ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷെ ഓഫ് ട്രാപ്പിൽ കുടുങ്ങി. പക്ഷെ 3-ാമത്തേൽ അവൻ പടച്ചു. അമ്പത്തേഴ് 60 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി. അറുപത് മിനിറ്റ് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ പാസ് ചെയ്ത് കളിക്കാൻ നോക്കുക. ത്രൂ ഇടാതിരിക്കുക. ഡിവിഷൻ അനുസരിച്ചിട്ടാണ്. ത്രൂ ഇട്ടാൽ ബ്രേക്ക് ചെയ്യും. പ്ലെയേഴ്സ് എന്തായാലും ടാക്കിൾ ചെയ്തെടുക്കും. 65-ാം മിനിറ്റിൽ അവൻ ലീഡായി. മാക്സിമം നോക്കി, പക്ഷേ സാധിച്ചില്ല. ഞാൻ ജയിക്കുന്ന കളികളെല്ലാം ഇടാൻ ശ്രമിക്കണം. മാക്സിമം ഞാൻ ത്രില്ലിംഗ് ആയിട്ടുള്ള തോൽക്കുന്ന കളികളും ഇടാൻ നോക്കാം കേട്ടോ. പ്രോ പ്ലെയറൊന്നുമല്ല, അത്ര വലിയ പ്രോ പ്ലെയറൊന്നുമല്ല. തോൽക്കുന്ന കളികളും ജയിക്കുന്ന കളികളും ഇടാൻ ശ്രമിക്കാം. അൽവാറോ 70 മിനിറ്റ് കഴിഞ്ഞ കാര്യമില്ല. സ്റ്റാമിന തരും. ലൈമർ ചേട്ടനും അതുപോലെ തന്നെയാണ്. സന്ദേശിക്കാൻ നല്ല പെടായിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേഞ്ചിന് വേണ്ടിയിട്ട് ഇടാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിക്കുന്നു വിചാരിച്ചു, പക്ഷേ ടാക്കിൾ ചെയ്തെടുത്തു. ഞാനത് ഗോളാണെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ സംഭവിച്ചില്ല.
അത് കയ്യിൽ നിന്ന് പോയേനെ. എന്തോ ഭാഗ്യത്തിന് തുടങ്ങി. CBനെ മാറ്റാൻ വിട്ടുപോയി സന്ദേശം ഇങ്ങനെ. അതാണ് ഉണ്ടായിപ്പോയത്. ഒരു ഗോളും കൂടി കിട്ടി. എൻ്റെ സ്റ്റാമിന ഓൾറെഡി തീർന്നിട്ടാണ് എനിക്കുണ്ടായിരുന്നത്. പെട്ടെന്ന് വിട്ടുപോയി കാണാം. ഞാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല ഈ മാച്ച്. റേറ്റിംഗ് വല്ലാണ്ട് താഴ്ന്നു പോയി. 1300 എബവ് ആകുമ്പോൾ ഒരു 1310 ആകുമ്പോഴേക്കും 1287 ആവാം. കുറയുക തന്നെ അവസ്ഥ. ഡിവിഷൻ 3 നിന്ന് 2ലേക്ക് കിടക്കാൻ ഭയങ്കര പാടാണ്. കോർണർ എടുക്കണം. കോർണർ എടുക്കുമ്പോൾ ജാതി സീനപ്പോൾ കുറേ ലാഗാക്കിയാണ്. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തു, പിന്നെ മാറ്റി കളിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭ്രാന്ത് പിടിക്കും. നമ്മളത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒപ്പോണൻസ് ചെയ്യണമെന്ന് ഈ പരിപാടി. ടൈമും വേസ്റ്റ് ആക്കാം. ഇതിനും പണി കിട്ടി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കളക്റ്റീവ് സ്ട്രെങ്ത് വളരെ ലോ ആണ്. എന്നിട്ടാണ് ഞാൻ ഡിവിഷൻ 3ലേക്ക് എത്തിയത്. മറ്റവരുടെയൊക്കെ ഓപ്പോസിറ്റ് പ്ലെയേഴ്സിൻ്റെ ഒക്കെ 3000 എബോവാണ്. നിങ്ങൾ എൻ്റെ ഗെയിം പ്ലാൻ നോക്കി മനസ്സിലാവും കേട്ടോ. കേരള വന്നു സമയം വെറുതെ വേസ്റ്റ് ആക്കാം. കോർണർ എടുത്തിട്ട് ഞാൻ കാണിച്ചത് പെട്ടെന്ന് മണ്ടത്തരായി പോയി. അല്ലെങ്കിൽ ടൈപ്പെങ്കിലാക്കായിരുന്നു ശ്രമിച്ചാലേ. അതിൽ നമ്മുടെ ബെക്കംബോർ എപ്പിക് കാർഡ് ഉണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. നമ്മളാണെങ്കിൽ ഇവിടെ ഒരു 10-20 വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും കൊണാമി കമ്പനി തന്നിട്ടില്ലേ. ഞാൻ അവസാനം ഒരു വീഡിയോ ഇടുന്നുണ്ട് എത്ര വട്ടം ട്രൈ ചെയ്തു എന്നുള്ളത്. ത്രൂ ഇടുമ്പോൾ അവസാനം ഫെയിലായി പോവാം ലാസ്റ്റ് മിനിറ്റുകളിൽ. അത് നമ്മുടെ ഡിവിഷൻ്റെ ഉള്ളിൽ അവൻ്റെ ലെവലനുസരിച്ച് വേണം പാസും ത്രൂ ഇടാൻ. മാക്സിമം ത്രൂ ഇടാൻ ചിലപ്പോൾ കയറും. എൻ്റെ ഗെയിം പ്ലാൻ റാങ്ക് 1 വരെ എത്തിയിട്ടുണ്ട്.